ഫിലിപ്പീൻസിൽ കൽമേഗി ചുഴലിക്കാറ്റ് കനത്ത നാശമാണ് വിതച്ചത്. പിന്നാലെ വിയറ്റ്നാമിലും ആഞ്ഞടിച്ച് കൽമേഗി. മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് വിയറ്റ്നാമിലെ 6 വിമാനത്താവളങ്ങൾ അടച്ചു. നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. 3 ലക്ഷത്തോളം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ജനങ്ങളോട് വീട്ടിനുള്ളിൽ തന്നെ കഴിയാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഫിലിപ്പീൻസിൽ വീശി തുടങ്ങി 2 ദിവസത്തിന് ശേഷമാണ് വിയറ്റ്നാമിലേക്ക് ചുഴലിക്കാറ്റ് പ്രവേശിച്ചത്. മണിക്കൂറിൽ 149 കിലോമീറ്റർ വരെ വേഗതയിലാണ് വിയറ്റ്നാമിൽ കാറ്റ് വീശിയത്. വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോവുകയും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും കടപുഴകി വീഴുകയും ചെയ്തു. 30 അടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു. ഈ വർഷം വിയറ്റ്നാമിൽ വീശിയ 13ാമത്തെ ചുഴലിക്കാറ്റാണ് കൽമേഗി. ഇതുവരെ വീശിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നാണിത്. സൈനികരെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജ്ജരാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഫിലിപ്പീൻസിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. ചുഴലിക്കാറ്റിലും പേമാരിയിലും കനത്ത വെള്ളപ്പൊക്കം രൂപപ്പെട്ടു. വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർ മരിച്ചു. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ജനസാന്ദ്രത കൂടിയ ദ്വീപായ സെബുവിലെ പട്ടണങ്ങളും ജനവാസ മേഖലകളും വെള്ളത്തിനടിയിലായി. വീടുകൾ മുങ്ങി. ആളുകൾ വീടിൻ്റെ മേൽക്കൂരകളിൽ അഭയം തേടി. വാഹനങ്ങൾ പ്രളയത്തിൽ ഒഴുകിപ്പോയി. ഒരു നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. കൽമേഗി ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കരതൊട്ടത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ കാറ്റ് വീശി. സെബുവിലെ സ്ഥിതി ശരിക്കും അമ്പരപ്പിക്കുന്നതാണെന്ന് പ്രവിശ്യാ ഗവർണർ അറിയിച്ചു. സെബുവിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി ചെറിയ കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. വെള്ളപ്പൊക്കം മൂലം പ്രദേശം ചെളിയിൽ പുതഞ്ഞു. വീടുകൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങി. സെബു നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ദുരന്തത്തിൽ 4 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ദേശീയ ദുരന്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സെബുവിനെ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മധ്യ ഫിലിപ്പീൻസിലൂടെ കടന്നുപോയ ഈ വർഷത്തെ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റുകളിലൊന്നാണ് കൽമേഗി എന്ന് അധികൃതർ പറഞ്ഞു. ഈ വർഷം ഫിലിപ്പീൻസിൽ വീശിയ 20ാമത്തെ കൊടുങ്കാറ്റാണ് കൽമേഗി. അതിനിടെ ഫിലിപ്പീൻസിലെ മിൻഡാനോവോ ദ്വീപിന് കിഴക്ക് ഒരു പുതിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ഇത് അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ ചുഴലിക്കാറ്റായി ശക്തിപ്പെട്ട് രാജ്യത്ത് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം.